പൂജാരി ഗ്രന്ഥി സമ്മാൻ യോജനയുടെ പ്രഖ്യാപനത്തെക്കുറിച്ചുള്ള ബിജെപിയുടെ വിമർശനത്തിന് മറുപടിയുമായി ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ. പൂജാരി ഗ്രന്ഥി സമ്മാൻ യോജന പദ്ധതിയുടെ പ്രഖ്യാപനം മുതൽ ബിജെപി അംഗങ്ങൾ തന്നെ വിമർശിക്കുന്നുണ്ടെന്നും അത്തരം വിമർശനങ്ങളിൽ നിന്ന് രാജ്യത്തിന് നേട്ടമുണ്ടാകുമോ എന്നുമാണ് കെജ്രിവാളിന്റെ ചോദ്യം. 20 സംസ്ഥാനങ്ങളിൽ ബിജെപി അധികാരത്തിലുണ്ട്. 30 വർഷമായി ഗുജറാത്ത് ഭരിക്കുന്നത് ബിജെപിയാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ആ സംസ്ഥാനങ്ങളിൽ പുരോഹിതന്മാരോടും ഗ്രാൻഡികളോടും ആദരവ് കാണിക്കാത്തതെന്നും അദ്ദേഹം ചോദിച്ചു. ഡൽഹിയിൽ പദ്ധതി നടപ്പാക്കി തന്റെ സർക്കാർ മാതൃക കാട്ടിയെന്നും തന്നെ വിമർശിക്കുന്നതിന് പകരം ബിജെപി അവർക്ക് ഭരണമുള്ള സംസ്ഥാനങ്ങളിലും ഈ പദ്ധതി നടപ്പിലാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. കെജ്രിവാൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: പൂജാരി ഗ്രന്ഥി സമ്മാൻ യോജന പ്രഖ്യാപിച്ചതു മുതൽ ബിജെപിക്കാർ എന്നെ അധിക്ഷേപിക്കുകയായിരുന്നു. അവരോട് എന്റെ ചോദ്യം, എന്നെ അധിക്ഷേപിക്കുന്നത് കൊണ്ട് രാജ്യത്തിന് നേട്ടമുണ്ടാകുമോ എന്നതാണ്. നിങ്ങൾക്ക് 20 സംസ്ഥാനങ്ങളിൽ സർക്കാരുണ്ട്. ഗുജറാത്തിൽ 30 വർഷമായി നിങ്ങൾ അധികാരത്തിലുണ്ട്. വർഷങ്ങളായി നിങ്ങൾ അവിടെയുള്ള പുരോഹിതന്മാരെ ബഹുമാനിക്കാത്തത് എന്തുകൊണ്ടാണെന്നാണ് കെജ്രിവാൾ ചോദിച്ചത്. അതേസമയം കെജ്രിവാളും ഭാര്യ സുനിത കെജ്രിവാളും കോണാട്ട് പ്ലേസിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ നിന്ന് പൂജാരി ഗ്രന്ഥി സമ്മാൻ യോജന ആരംഭിക്കും. ഡൽഹി മുഖ്യമന്ത്രി അതിഷി കരോൾ ബാഗിലെ ഗുരുദ്വാരയിൽ നിന്ന് പദ്ധതി ആരംഭിക്കും. 2025 ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ആം ആദ്മി പാർട്ടി പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നിരവധി ക്ഷേമ പദ്ധതികൾ പാർട്ടി ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൂജാരി ഗ്രന്ഥി സമ്മാൻ യോജന പദ്ധതി പ്രകാരം ക്ഷേത്രങ്ങളിലെ പൂജാരിമാർക്കും ഡൽഹിയിലെ ഗുരുദ്വാരയിലെ ഗ്രാൻഡികൾക്കും പ്രതിമാസം 18,000 രൂപ ഓണറേറിയം ലഭിക്കും. അതേസമയം പദ്ധതി പ്രഖ്യാപനത്തിനു പിന്നാലെ ഡൽഹി ബിജെപി അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ ആപ്പിനെയും കെജ്രിവാളിനെയും കടന്നാക്രമിച്ചിരുന്നു. കെജ്രിവാൾ അധികാരത്തിൽ തുടരാൻ ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന നിരാശനായ നേതാവാണെന്നായിരുന്നു സച്ദേവ പറഞ്ഞത്. ഡൽഹി തിരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന് AAPക്ക് അറിയാമെന്ന് ബിജെപി അധ്യക്ഷൻ വ്യക്തമാക്കി. അതുകൊണ്ടാണ് അവർ ശ്രീരാമനെ സ്മരിക്കുന്നതെന്നും ദിനംപ്രതി ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു. 2 വർഷത്തിലേറെയായി ഡൽഹി ബിജെപിയുടെയും പൂജാരി പ്രഘോഷിന്റെയും നിരന്തരമായ സമ്മർദ്ദം കാരണമാണ് പൂജാരി ഗ്രന്ഥി സമ്മാൻ യോജന പ്രഖ്യാപിക്കാൻ അരവിന്ദ് കെജ്രിവാൾ നിർബന്ധിതനായത് എന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അതേസമയം ആം ആദ്മി പാർട്ടി വീണ്ടും അധികാരത്തിൽ വന്നാൽ ക്ഷേത്രങ്ങളിലെ പൂജാരിമാർക്കും ഗുരുദ്വാരകളിലെ ഗ്രാൻഡിമാർക്കും 18,000 രൂപ പ്രതിമാസം ശമ്പളം അനുവദിക്കുമെന്ന് അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ചിരുന്നു. ഡൽഹിയിലെ കോണാട്ട് പ്ലേസിലെ ഹനുമാൻ ക്ഷേത്രം സന്ദർശിച്ച ശേഷം പദ്ധതിക്ക് തുടക്കമിടുമെന്നാണ് കെജ്രിവാൾ പറഞ്ഞിരുന്നത്. രജിസ്ട്രേഷൻ പ്രക്രിയയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കരുതെന്ന് താൻ ബിജെപിയോട് അഭ്യർത്ഥിക്കുന്നുവെന്നും ഇത് തടയുന്നത് പാപം ചെയ്യുന്നതിന് തുല്യമായിരിക്കുമെന്നും കെജ്രിവാൾ പറഞ്ഞിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആം ആദ്മി പാർട്ടിയുടെ ക്ഷേമ പദ്ധതികളുടെ തുടർച്ചയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഈ പ്രഖ്യാപനം.